നാട്ടിലെങ്ങും വോട്ട് പിടിക്കുന്ന തിരക്കാണ്. നമുക്ക് ഒരു പാമ്പ് പിടുത്തക്കാരനായ ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. കോഴിക്കോട് അത്തോളി സ്വദേശിയായ സന്ദീപാണ് നാട്ടിലെ വേറിട്ട സ്ഥാനാർത്ഥി. നിലവിൽ അത്തോളി പഞ്ചായത്ത് മെമ്പറായ സന്ദീപ് ഇത്തവണ UDF സ്ഥാനാർത്ഥിയായി അത്തോളി ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നത്. അപ്പോൾ പാമ്പ് പിടുത്തക്കാരൻ ഇനി വോട്ട് പിടുത്തക്കാരനാണ്. ഇതാണ് സ്ഥാനാർത്ഥി സന്ദീപ്. സ്ഥാനാർത്ഥിയായതുകൊണ്ട് ഇപ്പോൾ വോട്ട് പിടുത്തത്തിന്റെ തിരക്കിലാണെങ്കിലും നാട്ടിൽ പാമ്പിറങ്ങിയാൽ നാട്ടുകാർ വിളിക്കും. പിന്നെ പാമ്പ് പിടുത്തം കഴിഞ്ഞിട്ടേ ഉള്ളൂ വോട്ട് പിടുത്തം. 4 വർഷം മുൻപാണ് അത്തോളി പഞ്ചായത്തിലെ 13ാം വാർഡംഗം സന്ദീപ് പാമ്പ് പിടുത്തത്തിലേക്ക് ഇറങ്ങിയത്. അതിനൊരു കാരണവുമുണ്ട്. പാമ്പിടുന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് നമ്മൾ ഫോറസ്റ്റിലേക്ക് അറിയിക്കുകയാണ് സാധാരണ മെമ്പർമാർ ചെയ്യുക. നമ്മൾ ഫോറസ്റ്റിലേക്ക് അറിയിച്ചാൽ തന്നെ ചിലപ്പോൾ ഒരു 4 മണിക്കൂറോ 5 മണിക്കൂറൊക്കെ അവർ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. വളരെ സമയം അതിന് സ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അത് നമുക്കത് എങ്ങനെ തരണം ചെയ്തു പോകാമെന്നുള്ള ആലോചിച്ചപ്പോഴാണ് നമ്മളെ ഫോറസ്റ്റിൽ നിന്ന് ഇതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന് അറിയുകയും ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നാട്ടിൽ എവിടെയെങ്കിലും പാമ്പ് വന്നാൽ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. പാമ്പിനെ പിടിക്കാനുള്ള സാമഗ്രികളുമായി ഏതു നട്ടപ്പാതിരയ്ക്കും സന്ദീപ് സ്ഥലത്തെത്തും. അത്തോളി പഞ്ചായത്തിലെ 13ാം വാർഡിൽ നിന്നും 2 തവണ ജനപ്രതിനിധിയായിട്ടുണ്ട് സന്ദീപ്. രാഷ്ട്രീയം നോക്കാതെ എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സുള്ള ആളാണ്. അത് ഇപ്പോൾ പഞ്ചായത്തിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് ആരെത്തിയാലും മൂപ്പരെ കൊണ്ട് കഴിയാമെന്നെല്ലാം ചെയ്യലുണ്ട്. ഒരുപാട് ആളുകൾക്ക് ആശ്വാസമാണ് സന്ദീപേട്ടൻ്റെ ഈ പ്രവർത്തനം. നമുക്ക് ഏത് രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും ഒരു സമയം നോക്കാണ്ട് പാമ്പ് പിടിക്കാൻ പോയി എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ടുണ്ട്. സന്ദീപ് പിടികൂടിയ പാമ്പുകളുടെ ലിസ്റ്റ് കണ്ടാൽ ഞെട്ടും. പെരുമ്പാമ്പ്, മൂർഖൻ, അണലി തുടങ്ങി നിരവധി പാമ്പുകളെ സന്ദീപ് പിടികൂടിയിട്ടുണ്ട്. പിടികൂടിയ പാമ്പുകളെയെല്ലാം സന്ദീപ് തന്നെ താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിൽ എത്തിച്ച് കൈമാറും. ഫോറസ്റ്റ് വകുപ്പിൽ നിന്നും 2 ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷമാണ് മെമ്പർ പാമ്പിനെ പിടിക്കാനായി ഇറങ്ങി തുടങ്ങിയത്. ഞാൻ കോച്ചിങ് നടത്തിയത് താമരശ്ശേരി നിന്നാണ്. തിയറി ഉണ്ടാവും, അതേമാതിരി പ്രാക്ടിക്കലുണ്ടാവും. പ്രാക്ടിക്കൽ നമ്മൾ സാധാരണമാതിരി തന്നെ ഒരു റൂമിൽ കുറേ പാമ്പുകളെ നമ്മൾ ഇട്ട് തരും. നമ്മൾ എന്നിട്ട് അത് പിടിച്ച് ഒരു ഫാൾട്ടില്ലാണ്ടാണ് പിടിക്കുന്നതെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം വരാൻ പറയും. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്തോളി ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് മത്സരം. അതിന്റെ പ്രചാരണ തിരക്കിലാണ്. എന്നാലും പാമ്പിനെ പിടിക്കാനുണ്ടെന്ന് കേട്ടാൽ അങ്ങോട്ട് പോകും. പാമ്പ് പിടിക്കുന്നതാണോ വോട്ട് പിടിക്കുന്നതാണോ കഷ്ടമെന്ന് ചോദിച്ചാൽ രണ്ടും ഇഷ്ടമാണെന്ന് പറയും. ന്യൂസ് മലയാളം, കോഴിക്കോട്.